എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് സാബുദാന വടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. ഈ സാബുദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചവ്വരി, അതിൻ്റെ വടയുടെ റെസിപ്പി അങ്ങനെ നമ്മുടെ ഫേമസ് അല്ല, നാട്ടിൽ അങ്ങനെ ആരും ട്രൈ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. പക്ഷേ നോർത്തിലേക്ക് ഇത് കുറച്ച് ഫേമസ് ആണ്. നോർത്തിലെ സ്പെഷ്യലി ലേഡീസ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ സാബുദാന കൊണ്ട് വട, അതേപോലെ തന്നെ സാബുദാന കിച്ചടി. ഇതൊക്കെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ കൂടുതലും മസാലാസോ അങ്ങനെയൊന്നും ചേർക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ സാബുദാന വടയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതാണ് കേട്ടോ നമ്മുടെ സാബുദാന. ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 hours എങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഞാനൊരു അര ഗ്ലാസ്സോളം ചവരി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കൈപ്പിടിയുള്ള പീനട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ വ്യത്യാസം നിങ്ങൾക്ക് വരുത്താം കേട്ടോ. നിങ്ങളുടെ ചവരി എടുക്കുന്ന കണക്കനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ഫൈൻ പൗഡർ വേണ്ട, എന്നാലും ഒരു ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെക്കണം. ഞാൻ സോക്ക് ചെയ്ത് വെച്ച ചവ്വരി അങ്ങ് എടുത്തു. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഞാൻ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇഞ്ചിയുടെ മാത്രമായിട്ടുണ്ടെങ്കിൽ അതും ഇടാം. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇഞ്ചി ഇട്ടു. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം പച്ചമുളക് ഇടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടു. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പൊടിച്ചിരിക്കുന്നത് നമ്മുടെ പീനട്ട്സ്. അപ്പോൾ പീനട്ട്സ് പൊടിച്ചതിട്ടു. പിന്നെ അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടുക. പിന്നെ നമുക്ക് വേണ്ടത് ബോയിൽഡ് പൊട്ടാറ്റോ ആണ് കേട്ടോ. പൊട്ടാറ്റോ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ബോയിൽ ചെയ്താണ്, കൈ കൊണ്ട് ചെറുതായിട്ട് സ്മാഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടാറ്റോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിയ പൊട്ടാറ്റോ ആണ്. കുഞ്ഞതാണെങ്കിൽ 2 എടുത്തോളൂ. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ചവരയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറച്ചധികം പൊട്ടാറ്റോസ് എടുത്തോളൂ. ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ. അപ്പം കുറച്ച് കളറും കിട്ടും. പിന്നെ ഇത്തിരി ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ അതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് നല്ലോണം ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പരിപ്പ് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ നല്ലോണം ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലാറ്റായി പോവരുത്, അത്യാവശ്യം നല്ല ഇതിൽ എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയില്ല. പിന്നെ നമുക്ക് ഇത് 2 ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണ ഷാലോ ഫ്രൈ ആണ്. ഓക്കെ, ഡീപ്പ് ഫ്രൈ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല സാബുദാന വട ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. പിന്നെ നമ്മളെപ്പോഴും ബൈൻഡ് ചെയ്യുമ്പോൾ നല്ല മാവെല്ലാം കൂടെ നല്ലോണം കുഴയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാബുദാനയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ, ആ മോയ്സ്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഷേപ്പ് നല്ല ഇതായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ക്രാക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, അകം നല്ലോണം വെന്തും കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഷാലോ ഫ്രൈ ചെയ്ത് ഇത് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും പ്രിഫർ ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊറിയൻഡർ ലീവ്സ് ഒന്നും അധികം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കൊറിയൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്. മിൻറ്റ് ഉണ്ടെങ്കിൽ മിൻറ്റും എടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണവും ഇട്ടു. എനിക്ക് ഈ ചട്നി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പക്ഷേ പെട്ടെന്ന് തോന്നിയൊരു ഇതാട്ടോ ചട്നി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു.
പിന്നെ അത് അടുത്ത് നമ്മളിവിടെ ഇടാൻ പോണത് നമ്മുടെ ജീരകമാണ്. അപ്പോൾ ഇതാ ജീരകം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഇത്തിരി ഉപ്പിടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് തൈരാണ് കേട്ടോ. ഏകദേശം 1 സ്പൂണോളം തൈര് ഇടുന്നുണ്ട്. ഇതാകെ ഒരു ചെറിയ ഒരു രീതിയിലുള്ളൊരു ചട്നിയാണ് കേട്ടോ, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് തൈര് 1 സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രേ കിട്ടിയുള്ളൂ അരച്ചിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ കൊറിയൻഡർ ലീവ്സ് തീരെ കുറവായിരുന്നു. പിന്നെ പെട്ടെന്ന് തോന്നിയപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷെ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. മിൻറ്റ് ലീവ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കൊറിയൻഡർ ലീവ്സ് വെച്ചിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചട്നി. സ്പെഷ്യലി ഈ ഒരു വടയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ടിഫിന് കൊടുത്തയക്കാനും ആസ് എ ഈവനിങ് സ്നാക്ക് ഓൾസോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.